അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഉന്നയ്ക്ക സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് മുറിക്കായിട്ട് ഞാൻ ചായക്കടി ആയിട്ട് ഉണ്ടാക്കുന്നതാണിത് കേട്ടോ, ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഉന്നയ്ക്ക എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മുത്തുമണികളെ. അതിനായിട്ട് ഞാൻ 3 ഏത്തയ്ക്ക, ചെറിയ ഏത്തയ്ക്കയാണ്, അത് ഞാൻ പുഴുങ്ങി കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വേകരുത്, ഒരുപാട് പഴുത്ത ഏത്തയ്ക്ക ആകരുത്, നേന്ത്രപ്പഴമാകരുത് കേട്ടോ. പിന്നെ ഞാൻ ഒരു ചട്ടി വെച്ച് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ എൻ്റെ മുത്തുമണികൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കും ഉന്നയ്ക്ക. അപ്പം ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് 5-6 കാഷ്നട്ട് നുറുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഞാനിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഏലയ്ക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട്. ഏലയ്ക്കപ്പൊടിയില്ല, അതുകൊണ്ടാണ്. ഏലയ്ക്കപ്പൊടി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മുത്തുമണികളെ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് പകർന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉരുകി വേറൊരു രീതിയിലായി പോകും. അപ്പോൾ ഞാൻ ഗ്യാസ് തീ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്ത് ഈ ചൂടിനകത്തൊന്ന് കിടന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് മൂക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇനി ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് പകർന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പം നിങ്ങൾ ഉന്നയ്ക്ക ഉണ്ടാക്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെ പഴുത്ത ഏത്തയ്ക്ക എടുക്കരുത്, ഒരുപാട് പഴുപ്പുള്ള ഏത്തയ്ക്ക എടുക്കരുത്, നേന്ത്രപ്പഴം എടുക്കരുത്, പഴുപ്പ് കുറഞ്ഞത് എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആ ഏത്തയ്ക്ക ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ചൂടാറി വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് ഏത്തയ്ക്ക പൊളിച്ച് അതിനകത്ത് ആ കറുപ്പ് നാരും എല്ലാം എടുത്ത് കളയണം കേട്ടോ, ആ കറുപ്പ് സോന. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് വൃത്തിയായിട്ട് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നാരും അതിനകത്തുള്ള കറുത്ത അരിയുണ്ടല്ലോ, അതും എല്ലാം എടുത്ത് ഞാൻ മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഉടയ്ക്കുവാണ്. അപ്പോൾ ഒരുവിധമൊക്കെ ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നല്ലപോലെ മാവ് അഴയ്ക്കത്തില്ലേ, ആ രീതിയിൽ അഴിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ഉടയ്ക്കട്ടെ. ഒരുവിധം ഇച്ചിരി ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് അഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ, കണ്ടോ. മാവൊക്കെ അഴക്കുന്ന ആ രീതി തന്നെയാണ്. നല്ലതുപോലെ അഴച്ച് ഇച്ചിരി കൈക്കകത്ത് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ആ എണ്ണയ്ക്കകത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് അഴച്ചെടുക്കുവാണ് ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ അഴച്ചു. ഇവിടെ അങ്ങനെ ഞാൻ ഇത് ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. ഇത് അഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ, കണ്ടോ മുത്തുമണികളെ, നല്ലപോലെ അഴിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് ചെറിയ നേന്ത്രപ്പഴമായതുകൊണ്ട് 4 ഉന്നയ്ക്കായ്ക്കുള്ള ഉണ്ടയാണ് എനിക്ക് കിട്ടിയത് ഇതിനകത്ത് കേട്ടോ. ഉന്നയ്ക്കായ്ക്കുള്ള പിടിക്കാനുള്ള ഉണ്ടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിത് ഫ്രൈ ചെയ്തിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലയ്ക്കാപ്പൊടി, പഞ്ചസാര, തേങ്ങ എല്ലാം ചേർത്ത ആ ഒരു ജ്യൂസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഉന്നയ്ക്ക ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ 4 എണ്ണമൊക്കെ മതി, അത് തന്നെ ധാരാളമാണ്. നോയമ്പ് കുറിക്കാൻ ഞങ്ങൾ അതിനു വേണ്ടിയൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നേരത്തെ ജോലി ഒതുക്കി വയ്ക്കുവാണ് ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ ഈ 4 ഉന്നയ്ക്കായാലും ഞാൻ ഇത് ഫില്ല് ചെയ്ത് വെക്കുവാണ്. ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടും ഇതിനകത്ത് അതിനകത്ത് നിറയ്ക്കാനുള്ള വെച്ചിരിക്കുന്നതും ബാലൻസ് ബാക്കി വന്നായിരുന്നു. അപ്പം അത്രയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ആ കൂട്ട്. പിന്നെ ഞാൻ എണ്ണ ചട്ടി പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എത്ര പിന്നെയാണ് ഈ പറയുന്നതെന്നല്ലേ മുത്തുമണികളെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു.
എണ്ണയൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാവണം. അതിന് വേണ്ടി ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഈ ഒരു ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വേറെ ചീനച്ചട്ടിയൊന്നുമില്ല മുത്തുമണികളെ, ഉണ്ട്. എന്നാലും ഇതാകുമ്പോൾ ഒരു ഇച്ചിരി എന്തുവാ സ്പേസുള്ള ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി. ഞാനിതിനകത്തോട്ട് എൻ്റെ ഉന്നയിക്ക വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണ ഇച്ചിരി കൂടി ചൂടാവാനുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പം ഞാൻ ഈ 4 ഉന്നയ്ക്കായും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. 2 എണ്ണം എനിക്കും 2 എണ്ണം ഞങ്ങളുടെ ഇക്കായ്ക്കും. അതുപോലെ ഒരുപാട് ഫുഡുകൾ നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലും ആഹാരം കഴിക്കാൻ പോലും ഇല്ലാതെ നോയമ്പ് പിടിക്കുന്നവരുണ്ട്. പക്ഷേ ഇല്ലാതെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുള്ള സംഭവങ്ങളില്ല. എന്നാലും ഇല്ലാത്ത സ്ഥലങ്ങളില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു കാരയ്ക്ക് മാത്രം വെച്ച് നോയമ്പ് കുറിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പച്ചവെള്ളം മാത്രം കുടിച്ച് നോമ്പ് കുറിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. അള്ളാഹുവേ എല്ലാവർക്കും ഈ വർഷത്തെ നോയമ്പ് എല്ലാവർക്കും പടച്ചവനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പടച്ചവൻ തൗഫീക്ക് ചെയ്ത് തരട്ടെ മുത്തുമണികളെ. അപ്പം എൻ്റെ ഉന്നയ്ക്ക് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെയൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഒരു ചായക്കൊരു കടിയാകുമല്ലോ, എനിക്കൊരു വീഡിയോയും ആവും. ഇതാണ്ട എൻ്റെ ഉന്നയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കണേ മുത്തുമണി. എല്ലാവർക്കും അറിയാം, ഉന്നയ്ക്ക ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും മുത്തുമണികളെ.